ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു ശിഷ്യന്റെ മനസ്ഥിതി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഈശോ സംസാരിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ, ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ചെയ്തത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാരാണ്, കടമ നിർവഹിച്ചതുള്ളൂ എന്ന് പറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അങ്ങനെ ഒരു ശിഷ്യനായിരിക്കെ അല്ലെങ്കിൽ ദാസനായിരിക്കെ പ്രതിഫലമോ പ്രശംസയോ പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പിൻവാങ്ങുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഡിസൈപ്പിൾഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഗുണനിലവാരമുള്ള ഒരു ശിഷ്യത്വം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പേരിൽ എനിക്ക് ഒരു താങ്ക്സ് കിട്ടണം, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടണം, അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടണം, അല്ലെങ്കിൽ പ്രശംസ കിട്ടണം, അംഗീകാരം കിട്ടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ മാനുഷികമായ ബലഹീനത കൊണ്ട് നമ്മളെപ്പോഴും, ഞാൻ ഉൾപ്പെടെ നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്ന് രണ്ടുപേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ പറയേണ്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമുണ്ട്. പറയുന്നത് അവരുടെ ഒരു ക്വാളിറ്റി, ഇനി അത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് ഭാരതീയ അല്ലെങ്കിൽ ഭാരതീയ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ ഹൈന്ദവ തത്വശാസ്ത്രം എന്നാണ് എപ്പോഴും പറയുന്നത്. അങ്ങനെ നമ്മളൊരു ഹിന്ദുയിസം ഫിലോസഫിയിൽ ഭഗവത്ഗീതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുക അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിഷ്കാമകർമ്മ, പ്രതിഫലേച്ഛയില്ലാതെയുള്ള കർമ്മം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, നിഷ്കാമകർമ്മം. അപ്പൊ ഇത് കൃത്യമായിട്ടും ഈ ഈശോ പറഞ്ഞ ഈ ഇതിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ്. പ്രതിഫലമോ പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാതെ നീ നിന്റെ കർമ്മം നിറവേറ്റി മുന്നോട്ട് പോവുക. അതിനകത്ത് കർമ്മത്തിനുള്ള ഫലം ദൈവം തന്നുകൊള്ളും. ദൈവം നിനക്ക് നിന്റെ കർമ്മത്തിനുള്ള കർമ്മഫലം തന്നുകൊള്ളും എന്നാണ് ഫിലോസഫി. പക്ഷെ ഇതിനെ ഈശോ പറയുമ്പോൾ കുറെ കൂടി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ എടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കാത്തത്? നമ്മളിങ്ങനെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ റോമിൽ പോകുന്നു, പാപ്പായുടെ മുറി വൃത്തിയാക്കുന്ന, മേശ വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണമേശ വൃത്തിയാക്കുന്ന ഒരു ജോലിക്കാരനുണ്ട്. അയാൾ അന്ന് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യം അയാൾ അവിടെ ഇല്ല, പകരം നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരാൾ പറയുന്നു ഒന്ന് ക്ലീൻ ചെയ്തേക്കാവോ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വലിയ സന്തോഷത്തോടുകൂടി നമ്മൾ പോയി ആ എച്ചിലൊക്കെ വാരിക്കളഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു മുറിയൊക്കെ വളരെ വൃത്തിയായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി നമ്മളെ കൊണ്ടാവുന്ന പരമാവധി നമ്മൾ അതിനകത്ത് എഫേർട്ട് എടുത്ത് വൃത്തിയാക്കി നമ്മൾ കയ്യിൽ കൊടുക്കും. നമുക്കൊരു അപ്പം അവർ താങ്ക്സ് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയും, താങ്ക്സ് വേണ്ട, ഞാനാണ് അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്, കാരണം എനിക്കിതൊരു വലിയ ചാൻസ് കിട്ടിയിരിക്കുകയാണ്, എനിക്കിതൊരു അംഗീകാരമാണ് എന്ന് നമ്മൾ തിരിച്ചു പറയും. പാപ്പായുടെ മുറി വൃത്തിയാക്കാനായിട്ട് കിട്ടിയതിനകത്ത് നമ്മൾ കൂലി വാങ്ങിക്കാനോ അവാർഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അംഗീകാരത്തിനോ നന്ദിക്കോ വേണ്ടിയല്ല നമ്മളത് ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ കിട്ടിയത് വലിയൊരു സന്തോഷം എന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യും. കാരണം അത് പാപ്പായുടെ മുറിയാണ്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഒറ്റ തവണ അത് കിട്ടുന്നുള്ളതെന്ന് പറഞ്ഞാൽ പോലും, ഒരു പ്രാവശ്യം എനിക്ക് ആ മുറി വൃത്തിയാക്കാൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും, മരിക്കുന്നവരെ അല്ലെങ്കിൽ മരിക്കുന്ന നിമിഷം ഞാൻ പറയും, ഈ എൻ്റെ 19 വയസ്സ് വരെ, അല്ലെങ്കിൽ എത്ര വയസ്സിനാണോ മരിക്കുന്നത് ആ പ്രായം വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു ആ മുറി വൃത്തിയാക്കി എന്ന് പറയുന്നത്, ആ അടിച്ചു വാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എച്ചിരി കോരി എന്ന് പറയുന്നത്. അതൊരു ജോലിയല്ല, അംഗീകാരമാണ്. ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് കത്തോലിക്ക സഭയോടുള്ള സ്നേഹം, പാപ്പായോടുള്ള ആദരവ്, പാപ്പ പ്രതിദാനം ചെയ്യുന്ന ഈശോനാഥനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കിതൊരു അവസരമായി ഞാൻ കാണുന്നത്. എനിക്ക് അവസരം കിട്ടിയത് തന്നെ അംഗീകാരമാണ്. അതിന് പ്രത്യേക അംഗീകാരമൊന്നും വേണ്ട, അത് തന്നെ അംഗീകാരം. ഇതിനെ ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ മനസ്സിൽ എനിക്കതൊരു വലിയ സംഭവമാണത്. എന്നെ കേൾക്കുന്ന ഏതൊരു കത്തോലിക്ക വിശ്വാസിക്കും ഇത് ബാധകമാണ്. ആരും ഇതിനെ അംഗീകരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആര് പറഞ്ഞാലും പറയും എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും. ഇതുപോലെ അത് ഹാൻഡിൽ ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. നിന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ഏതൊരു ഉത്തരവാദിത്വവും കൈകാര്യം ചെയ്യുമ്പോൾ
ഈ ഒരു മെന്റാലിറ്റി, ഈ ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടാവും. ഇതാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലികൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു മെന്റാലിറ്റി നമുക്കില്ല. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കാര്യം, അത് കുറച്ച് പുല്ല് എത്തിക്കളയുന്നു, അല്ലെങ്കിൽ കുറച്ച് ചെടി നടുന്നു, അല്ലെങ്കിൽ ഒരു വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുറി ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കായികമായിട്ടുള്ള ജോലിയാണെങ്കിലും ഓഫീസ് വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും ശരി, വീട്ടമ്മമാരാണെങ്കിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാണെങ്കിലും ഇതെന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈശോയാണ്, ഞാനിത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊരു അംഗീകാരമായി നമുക്ക് കാണാം. ഇതിനൊരു സെക്കൻഡറി അംഗീകാരമോ ഇതിനൊരു സെക്കൻഡറി പ്രശംസയോ നന്ദിയോ അവാർഡോ ഒന്നും വേണ്ട. അതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇനി അതിനെന്തിനാ നന്ദി പറയുന്നത് എന്ന് ചോദിക്കുന്ന വാക്യത്തോടുകൂടിയാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ എന്ന് ഈശോ നമ്മളോട് പറയുക. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എളിമപ്പെടണം, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതെ തിരിച്ചു പോയിക്കോണം, പ്രശംസയും നന്ദിയും ഒന്നും പ്രതീക്ഷിക്കരുത് എന്നല്ല ഈശോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതൊക്കെ ഇങ്ങനെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, എനിക്ക് നന്ദിയൊന്നും വേണ്ട, ഒരു പ്രശംസയും വേണ്ട, ഒരു അവാർഡും വേണ്ട, ഒരു അംഗീകാരവും വേണ്ട, ഒരു പദവിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇത് ചെയ്തത് എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, എനിക്ക് കിട്ടുന്നൊരു അവസരമാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്നൊരു അവസരമാണ് എന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിനെ വ്യത്യാസപ്പെടുത്തുവാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളിലെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടുത്തുക. നിഷ്കാമ കർമ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആ ഫിലോസഫി പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിഫലേച്ഛ ഇല്ലാത്ത കർമാനുഷ്ഠാനം എന്നാണ് അതിനർത്ഥം. പക്ഷെ പ്രതിഫലേച്ഛ ഇല്ലാത്ത കർമാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള അതിൻ്റെ മേൽത്തട്ട് മാത്രമേ ആവുള്ളൂ. അതിൻ്റെ അടിത്തട്ടിലേക്ക് ഉൾക്കാമ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനർത്ഥം സ്നേഹത്താൽ പ്രേരിതമായ കർമ്മങ്ങൾ, സ്നേഹകർമ്മങ്ങൾ നമുക്ക് വിളിക്കാൻ സാധിക്കും. നിഷ്കാമകർമ്മയല്ല, സ്നേഹകർമ്മങ്ങൾ നമുക്ക് വിളിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന്, ഈ കൊച്ചുറേസ്യയുടെയൊക്കെ കുറുക്ക് വഴി ലിറ്റിൽ വേ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഇതായിരുന്നു ഡോക്ടർ ഓഫ് ദ ചർച്ചായി കൊച്ചുറേസ്യ മാറാൻ കാരണമായ കൊച്ചുറേസ്യയുടെ ബൃഹത്തായ ശ്രേഷ്ഠമായ ആ തിയോളജി എന്ന് പറയുന്നത്. അത് നമുക്ക് പിഞ്ചലാണ്ട് ശ്രമിക്കാം. ആ വാക്യം ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചല്ലോ, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആ വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ചിന്തിക്കുകയാണ്. കൊച്ചുറേസ്യയുടെ വാക്യം മഹത്രേസ്യയെ സ്വാധീനിച്ച വാക്യം, മഹത്രേസ്യയുടെ വാക്യമായി ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്യം. ആ വാക്യം ഇതാണ്: ദൈവമേ, നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ. ആമേൻ.